കഴിഞ്ഞ ഓണത്തിനു ശേഷം മാറ്റിവെച്ച നിലവിളക്ക്, ഓട്ടുപാത്രങ്ങൾ, ഉരുളി എന്നിവയെല്ലാം പുറത്തെടുത്ത് തേച്ചുമിനുക്കി. മുണ്ടും ജുബ്ബയും പട്ടുപാവാടയും കേരള സാരിയുമെല്ലാം ഒരുക്കി. തിരുവോണ നാളിലെത്തുന്ന മാവേലി തമ്പുരാനെ വരവേൽക്കാൻ പ്രവാസ ലോകത്തും ഒരുക്കങ്ങൾ തകൃതി. മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളമൊരുക്കുന്ന രീതിയാണ് കേരളത്തിലെങ്കിൽ പ്രവാസ ലോകത്ത് വീടിന്റെ അല്ലെങ്കിൽ ഫ്ളാറ്റിന് മുമ്പിലെ വാതിലിനരികിലാണ് പൂക്കളമൊരുക്കുന്നത്. അത്തം നാൾ മുതൽ ആഘോഷങ്ങൾ തുടങ്ങും. ഓണാഘോഷം കേമമാക്കാൻ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പൂക്കൾ എത്തിത്തുടങ്ങി. UAE, ഒമാൻ, ഖത്തർ, സൗദി തുടങ്ങി മലയാളികൾ ഉള്ളിടത്തെല്ലാം പൂക്കച്ചവടം കൂടുതൽ സജീവമായി. നാട്ടിൽ ഓണാഘോഷത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രവാസ ലോകത്തെ ആഘോഷം മാസങ്ങളോളം നീണ്ടു നിൽക്കും. പ്രവാസി കൂട്ടായ്മകളും സംഘടനകളും അസോസിയേഷനുകളും സ്ഥാപനങ്ങളും ഓണാഘോഷം സംഘടിപ്പിക്കും. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സലാല ഈ പ്രാവശ്യത്തെ ഓണസദ്യ കെങ്കേമമാക്കാൻ പാചകകലയിലെ പ്രമുഖൻ പഴയിടം മോഹനൻ നമ്പൂതിരിയെയാണ് എത്തിക്കുന്നത്. ഓരോ ആഘോഷങ്ങളും വേറിട്ട കാഴ്ചകളാക്കി മാറ്റാൻ അരയും തലയും മുറുക്കി സംഘടനകളും കൂട്ടായ്മകളും രംഗത്തുണ്ട്. പോയ കാലത്ത് തൊടിയിൽ നിന്നും നുള്ളിയെടുക്കുന്ന മുല്ലയും ചെത്തിയും ചെമ്പരത്തിയും കാക്കപ്പൂവും കൊണ്ട് പൂക്കളം തീർത്തവർ പ്രവാസ ലോകത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.